ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ കുട്ടികളെ, ഒരു സ്നേഹമുള്ള പണ്ടാറ പനി പിടിച്ച് 10 ദിവസം കൂടെ കിടത്തി. എഴുന്നേക്കാൻ പോലും വിട്ടില്ല. വലിയ പീഡനമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് രക്ഷപ്പെട്ടത്. എൻ്റെ ആരോഗ്യമെല്ലാം അത് ചോർന്നെടുത്തു. എന്തായാലും ഇനി പതിയെ പതിയെ ഓരോ സിനിമകളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ആരുടെയോ കമൻറ്റ് കണ്ടിരുന്നു റോബറി മൂവി ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇന്നൊരു കൊള്ളയടിക്കുന്ന പടമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് വിലയുള്ള വലിയൊരു രത്നത്തിനെ കൊള്ളയടിക്കുന്ന പടം. ഇത് ചെയ്യുന്നാവട്ടെ കുറേ മജീഷ്യന്മാരാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ ആദ്യ ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടാവും. നവ് യു സീ മീ എന്നാണ് ഈ പടത്തിന്റെ പേര്. ഇതിൽ ആദ്യ ഭാഗങ്ങൾ കാണാത്തവരാണെങ്കിലും ഈ സിനിമ കാണാം. കാരണം ഓരോന്നും ഓരോ കഥയാണ് പറയുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കുറേയധികം ആൾക്കാർ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവരെല്ലാം അവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കുറച്ച് ക്ലൂകൾ കിട്ടി. തെരുവിലെ പോസ്റ്ററുകൾ കണ്ട് അതിലെ ചോദ്യം ക്രാക്ക് ചെയ്തപ്പോൾ ഇവർക്ക് ചില ക്ലൂകൾ കിട്ടി. അങ്ങനെയാണ് ഇവരെല്ലാം കൂടെ ഈ സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ഇവരെ ഇങ്ങോട്ട് വരുത്തിച്ചാരെന്നറിയോ? ഹോഴ്സ്മെൻ എന്ന് പറയുന്ന ഒരു മാജിക് ഗ്രൂപ്പാണ്. അതിലൊരു 7-8 പേരൊക്കെ ഉണ്ട്. ഇപ്പം ഇത് അവതരിപ്പിക്കുന്ന ആളാണ് ഡാനിയൽ. പുള്ളിക്കാരനും ഒരു ഹോഴ്സ്മെനാണ്. 10 വർഷങ്ങളായി ഈ ഹോഴ്സ്മെനെ പറ്റി വിവരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പം അവര് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവർ ഓരോ മാജിക്കുകൾ കാണിച്ച് ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൈമാറും. ഒരുപാട് സസ്പെൻസുകൾ ബാക്കിയുണ്ട്. ലോകത്താരും കാണിക്കാത്ത പ്രത്യേകതരം മാജിക്കുകൾ കാണിക്കാൻ കഴിവുള്ളവരാണ് ഈ ഹോഴ്സ്മെൻ ഗ്രൂപ്പ്. എനിവേ, ഇപ്പം അതിൽ ഓരോ മെമ്പേഴ്സായി ജനങ്ങളുടെ മുന്നിലേക്ക് ആ സ്റ്റേജിന്റെ പല ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഈ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ കുറച്ച് പേര് മാത്രം ഈ മാജിക്കാർക്ക് എതിരെയാണ് സംസാരിക്കുക. ഇവർ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ കൂട്ടിയിരിക്കുകയാണ് എന്നാണ് പറയുക. അതിലൊരു പ്രധാനിയുണ്ട്. പുള്ളിക്കാരൻ നല്ല പണമുള്ള ടീമാ. കയ്യിൽ ഐഫോൺ വരെ ഗോൾഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അടുത്തുള്ളൊരു പെണ്ണ് ചോദിക്കും, ഇത് ശരിക്കും ഗോൾഡ് തന്നെയാണോ എന്ന്. അയാൾ പറയും, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഞാനൊരു പണക്കാരനാണെന്ന്. ഫോൺ ഗോൾഡാക്കി മാറ്റാനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ആ ചെറിയ പെൺകുട്ടി, ഇത് മാജിക്കാരുടെ കൂട്ടായ്മയാണ്, സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കളവ് പോകുമെന്ന് പറയും. അയാൾ അത് കാര്യമാക്കി എടുക്കില്ല. ഈ സമയത്ത് ഡാനിയൽ, നമ്മുടെ ഹോഴ്സ്മെനിലെ അവതാരകൻ, അയാൾ പറയുന്നു, നിങ്ങളെല്ലാവർക്കും ഓരോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. ആ കാർഡുകൾ പരസ്പരം കൈമാറുക. ഇഷ്ടമുള്ള ആൾക്ക് കൈമാറാം. അതിനുശേഷം ആർക്കാണോ ഏസ് ഓഫ് ഡയമണ്ട് കിട്ടിയിരിക്കുന്നത് അവരത് ഉയർത്തി കാണിക്കണം എന്ന് പറയും. ഒരു പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹുഡി ധരിച്ച ആൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഹോഴ്സ്മെൻ എല്ലാവരും ആ ആൺകുട്ടിയെ സ്റ്റേജിലേക്ക് വരാൻ പറയുന്നു. അതിലെ മൊട്ട ഹോഴ്സ്മാൻ ഈ പയ്യനെ നിന്നപടി ഉറക്കിക്കളയും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ പറയുന്നു, ഇനി ഞങ്ങൾക്ക് വേണ്ടി ഈ പയ്യനാണ് മാജിക് കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ എല്ലാ ആത്മാക്കളെയും ഈ പയ്യനിലേക്ക് ഞങ്ങൾ ആവാഹിച്ച് കയറ്റുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെപ്പോലെ ഇവൻ പെരുമാറുന്നു പറഞ്ഞിട്ട് ഇവരോരോരുത്തരും ഈ പയ്യന്റെ ശരീരത്തിനകത്തേക്ക് കയറും. കുറച്ച് കഴിയുമ്പോൾ ഈ പയ്യന് ബോധം വരുന്നു. അവനെപ്പോലെയല്ല സംസാരിക്കുക. ഈ ഹോഴ്സ്മെൻ ട്രൂപ്പിലെ ഓരോ ആൾക്കാരെ പോലെയും മാറി മാറി അവൻ സംസാരിക്കും. എന്നിട്ട് അവൻ പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഈ മാജിക് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയല്ല, ഇതിനെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അതാരാണെന്ന് ഞാൻ പറയട്ടെ. അയാളുടെ പേര് ബ്രെറ്റ് ഫിനൻഗാൻ എന്നാണെന്ന് പറയും. അത് മറ്റാരുമല്ല, ആ സ്വർണ്ണ മൊബൈൽ കയ്യിൽ വെച്ചോണ്ടിരുന്ന ആളാ. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ആ പണക്കാരനോട്, നിങ്ങൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വഴി ഒരുപാട് പേരുടെ പണം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് അതിലെ ലാഭവിഹിതം കൊടുക്കാതെ അവരെല്ലാം പറ്റിച്ച് പണക്കാരനായ ആളാണ്, സത്യമല്ലേ? അത് കേൾക്കുമ്പോൾ പണക്കാരൻ പറയും, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഈ ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് ഉണ്ടെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചാണ്. ആ റിസ്ക് അവർക്ക് ബാധകമാണ്. അതുകൊണ്ട് അവരുടെ പണം പോയി. ഞാനതിൽ കുറ്റക്കാരനല്ല എന്നയാൾ പറയും. അപ്പൊ ഈ പയ്യൻ, യഥാർത്ഥത്തിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ലാഭം ലഭിച്ചു. നിങ്ങളത് നാട്ടുകാരെ കാണിക്കാതെ ഒരു പ്രത്യേക അക്കൗണ്ടിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ അക്കൗണ്ട് നമ്പർ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ആ മറച്ചു വെച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കും. ഇത് കണ്ട ഉടനെ പണക്കാരൻ ഞെട്ടിപ്പോവുക. അതെങ്ങനെ നിനക്കറിയാം? ആ വിവരങ്ങളൊന്നും പുറത്തു പോകില്ലല്ലോ. അതെന്റെ മൊബൈലിലാണുള്ളതെന്നും പറഞ്ഞ് ഇവൻ മൊബൈൽ തപ്പി നോക്കുമ്പോൾ ആ സ്വർണ്ണ മൊബൈൽ ഇപ്പം നമ്മുടെ പയ്യന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഈ പണക്കാരനുടനെ അവന്റെ കൂടെ വന്നിരിക്കുന്ന കൊളീഗ്സിനോട് മൊബൈൽ എടുത്ത് പോലീസുകാരെ വിളിക്കാൻ പറയും. എന്നാൽ അവരുടെ മൊബൈലും ഈ മാജിക്കാർ അടിച്ചു മാറ്റി കഴിഞ്ഞു. എന്നിട്ട് ഇവൻ ആ മൊബൈലുകളെല്ലാം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കും. ഉടനെ ദേഷ്യപ്പെട്ട ആ പണക്കാരൻ, ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ്റെ അടുത്തേക്ക് ഓടി വരിക. അപ്പം ആ ചെറുക്കൻ എയറിലേക്ക് പറന്നു കയറി തൻ്റെ ഒരു പോലീസിനെ കൊണ്ടും എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് പറയും. അടുത്ത നിമിഷം ബാക്കിയുള്ള ഹോഴ്സ്മാൻ എല്ലാം തിരികെ വരുന്നു. ആ പയ്യൻ പഴയപടിയാവുന്നു. നമ്മുടെ ഡാനിയൽ പറയും, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡിൽ വെള്ളം ഒഴിച്ചു നോക്കുക. അതിലൊരു അക്കൗണ്ട് നമ്പർ കാണാം. നിങ്ങളുടെ ക്രിപ്റ്റോ വാളറ്റാണത്.
നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പണവും അതിന്റെ ലാഭവിഹിതവും ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. ഈ കൂടിയിരിക്കുന്ന പിള്ളേരെ നോക്കുമ്പോൾ അവരുടെ അക്കൗണ്ടുകളിലേക്കെല്ലാം വലിയൊരു സംഖ്യ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ യഥാർത്ഥത്തിൽ ആ പണം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരെയാണ് ഹോഴ്സ്മാൻ തെരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വരുത്തിച്ചിട്ടുള്ളത്, ഈ പണക്കാരന്റെ കയ്യിൽ നിന്ന് പണം തിരികെ കൊടുക്കാൻ വേണ്ടി. ഹോഴ്സ്മാൻ പറയും, ഇനി അധിക സമയം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പോലീസുകാർ എത്തിക്കഴിഞ്ഞു, 3 എണ്ണുമ്പോഴേക്കും നിങ്ങൾ ഈ ഫ്ലോർ വിട്ടു പോകണമെന്നും പറഞ്ഞ് ഇവർ കൈയടിച്ച് എല്ലാവരെയും ഓടിച്ചുവിടും അവിടുന്ന്. അടുത്ത നിമിഷം ഹോഴ്സ്മാനും അവിടുന്ന് മൺമറഞ്ഞു പോകും. ഈ പണക്കാരൻ ഉടനെ ചാടിക്കേറി ആ സ്റ്റേജിലൊക്കെ തപ്പി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഹോഴ്സ്മാൻ കൂടിയിട്ടില്ല. ലേസർ പ്രൊജക്റ്റ് വെച്ച് ഹോഴ്സ്മാൻമാരവിടെ കൂടിയിട്ടുണ്ട് എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അവർ. യഥാർത്ഥത്തിൽ അവരവിടെ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ് 3 യൂത്തം പിള്ളേരെ കാണിക്കുന്നുണ്ട്. ഇവരാരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ ഹോഴ്സ്മാൻ പരിപാടിയിൽ ഈ 3 പേരും ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയ പയ്യനും മറ്റവനോട് ഫോണിന്റെ കാര്യം പറഞ്ഞ പെൺകുട്ടിയും പിന്നെ അവിടുത്തെ ബാറിൽ സപ്ലയറായിട്ട് നിന്ന പയ്യനുമാണ് ഇത്. എന്നാൽ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ മൊത്തം മാജിക് ട്രിക്ക് പ്രോഗ്രാമും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ഈ 3 ഗഡിസ പിള്ളേരാണ്. യഥാർത്ഥത്തിലുള്ള ഹോഴ്സ്മെൻ അവിടെ വന്നിട്ടേയില്ല. അവരുടെ AI വെച്ചിട്ടാണ് ഇവർ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 പിള്ളേർക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഹോഴ്സ്മെന്റെ പേര് വെച്ചിട്ടാണ് ഇവർ ഈ ഫ്രോഡ് വേല ചെയ്തത്. എന്നാൽ അതിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു, നാട്ടുകാരെ സഹായിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു. ഇപ്പം ഇവര് ഒളിച്ച് താമസിക്കുന്നത് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പഴയ കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങോട്ട് കയറി പോകുന്നത് തന്നെ തത്തിപ്പിടിച്ച് കയറി കുരങ്ങളെ പോലെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഇവരെ സെന്റർ ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ കർട്ടണൊക്കെ ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. ഈ മാജിക്കിന് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം ഇവരുണ്ടാക്കുന്നതും അതിന് പ്ലാൻ ചെയ്യുന്നതും ഈ ഓഫീസിൽ ഇരുന്നിട്ടാണ്. ഇപ്പം നമ്മുടെ ഡാനിയലിന്റെ ലേസർ പരിപാടിയില്ലേ, അതാ ചെറുക്കൻ ഓഫാക്കി വെക്കുക. എന്നിട്ടും ഡാനിയലിന്റെ രൂപം മാറിപ്പോയിട്ടില്ല. അപ്പോൾ അവൻ കൂടെയുള്ളവരോട് പറയും, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി ലേസർ മാറ്റി വെച്ചിരിക്കുകയാണോ? എന്നാൽ ഞാൻ പറ്റിക്കപ്പെടില്ല, ഇതെന്താണെന്ന് സത്യമായിട്ട് ചോദിക്കുക. അപ്പോഴായിരിക്കും യഥാർത്ഥ ഡാനിയൽ അകത്തേക്ക് വരുന്നു. ഇവൻ തൊട്ടു നോക്കുമ്പോൾ ആൾക്ക് ജീവനുണ്ട്. ഉടനെ പേടിച്ചു പോവുമെങ്കിലും, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് വന്നത്, ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഡാനിയൽ പറയുന്നു, എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല, ഒരു 30 സെക്കൻഡേ വേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലീസിന് നിങ്ങളെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു 30 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഞങ്ങൾ എന്തിനു പോലീസ് കണ്ടുപിടിക്കണം എന്ന് അവർ ചോദിക്കുമ്പോൾ ഡാനിയൽ പറയും, നിങ്ങൾ അത്രമാത്രം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, അത്രമാത്രം ശത്രുക്കളുണ്ട് നിങ്ങൾക്ക്, ഞങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് കരുതണ്ട. അത് കേൾക്കുമ്പോൾ പൊക്കമുള്ള ചെറുക്കൻ പറയും, താൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പോലീസിന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഞങ്ങൾക്കറിയാം. ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ എവിഡൻസ് ഇല്ലാതെ സ്ഥലം മാറി പോകാനും ഉള്ള വിദ്യ ഞങ്ങൾക്കറിയാം. ഞങ്ങളെക്കുറിച്ച് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നവൻ പറയും. അത് കേൾക്കുമ്പോൾ ഡാനിയൽ, എനിക്ക് നിങ്ങൾ 3 പേരെയും പറ്റി മുഴുവൻ വിവരങ്ങളും അറിയാം, എന്താണെന്ന് പറയട്ടെ, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ 3 പേരുടെയും ചെറുപ്പം മുതലുള്ള എല്ലാ വിശദ വിവരങ്ങളും ഡാനിയൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. 3 പേരും യഥാർത്ഥത്തിൽ അനാഥരാണ്. പല സ്ഥലത്തും പല രീതിയിൽ വളർന്ന് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി അടിയും വാങ്ങിച്ച് അവസാനം ഇപ്പോൾ ഒത്തുകൂടി ജീവിക്കുന്നു. ഹോഴ്സ്മാൻ പേരുപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഫ്രോഡ് പരിപാടി ഞങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? എന്നാൽ അത് തെറ്റിദ്ധാരണയായിപ്പോയി. ഹോഴ്സ്മാനെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ആ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. ഈ മാജിക് ഡിസൈൻ അതെനിക്കിഷ്ടപ്പെട്ടു. ഒന്ന് പൊടി തട്ടിയെടുത്താൽ നിങ്ങൾ 3 പേരും നന്നാവും. അതുകൊണ്ടായിരിക്കണം നിങ്ങളെ കാണാൻ വേണ്ടി എന്നെ അയച്ചത്. ഇത് കേട്ടോടനെ ഈ പിള്ളേർ ഓടിപ്പോയിട്ട് ചോദിക്കുക, സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾ അയച്ചിരുന്നോ? എന്തിനാണത്? ഈ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്മെന്റെ ഒക്കെ ഒരു ഹെഡാണ്. അത് ആരാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്തെങ്കിലും മിഷൻ ഹോഴ്സ്മെന് കൊടുക്കും, അത് അവർ പൂർത്തീകരിക്കുക. അങ്ങനെയാണ് ഇത്രയും കാലവും പരിപാടികൾ നടന്നു പോകുന്നു. ആ പറ്റി ഇവരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഡാനിയൽ പറയും, 3 ആഴ്ച മുന്നേ എനിക്ക് ഐയിൽ നിന്നും ഒരു കാർഡ് ലഭിച്ചിരുന്നു. അതിനൊപ്പം നിങ്ങളുടെ വിവരങ്ങളും. പുതിയൊരു പ്രൊജക്ടിന് വേണ്ടി എന്നോടൊപ്പം നിങ്ങൾ 3 പേരെയും ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ഡാനിയൽ പറയും. അപ്പൊ ഈ പിള്ളേർ ചോദിക്കുക, ഞങ്ങൾ എന്തിനാണ് കൂട്ടുന്നത്? നിങ്ങൾ ഹോഴ്സ്മെൻ ടീമുണ്ടല്ലോ, അതിൽ തന്നെ ഒരുപാട് പേരില്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ആവശ്യം? അത് കേട്ട് ഡാനിയൽ പറയും, ബാക്കിയുള്ള ഹോഴ്സ്മെനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ, അവർ ചിലപ്പോൾ ചത്തു കാണണം. അതുകൊണ്ടായിരിക്കും നിങ്ങളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങളിപ്പോൾ തയ്യാറാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അടുത്ത പ്രൊജക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആ പിള്ളേർ എക്സൈറ്റഡ് ആവുമെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് അവർക്ക് പേടിയുണ്ടാവും. അതിൽ ആ പൊക്കമുള്ള പയ്യൻ, നമ്മളെ കാര്യങ്ങൾ ഇപ്പം തന്നെ വൃത്തിയായിട്ട് പോകുന്നുണ്ടല്ലോ, ഇനി എന്തിനാ നമുക്ക് മറ്റൊരു ടീം? അതിൽ ചെന്നുപെട്ട് കൂടുതൽ കുഴപ്പങ്ങളായാലോ? നമ്മളിവിടെ ഹാപ്പി അല്ലേ? അതങ്ങനെ തന്നെ പോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നാ പയ്യൻ പറയും. ഉടനെ ഡാനിയൽ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ വേറെ ഏതെങ്കിലും പിള്ളേരെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള 2 പേരും ഈ തോട്ടി പയ്യനോട്, വന്നു കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരം, അതും ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്നില്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ?
നീ പേടിക്കാതെ, നമ്മൾ 3 പേരുണ്ടല്ലോ എന്നിവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡാനിയൽ എന്തായാലും ഇവരെ വിളിച്ചോണ്ട് പോകണം എന്നുള്ള മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ പോകുന്ന ലക്ഷണമൊന്നുമില്ല, ചുമ്മാ ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിച്ച് കാണിക്കുക. അവസാനം പിള്ളേര് സമ്മതിക്കും, ഞങ്ങൾ വരാൻ തയ്യാറാണ്, എന്ത് മാജിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പോകുന്ന വഴിയെ പറയാമെന്നും പറഞ്ഞിട്ട് ഡാനിയൽ പിള്ളേരെയും വിളിച്ചോണ്ട് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ സൗത്ത് ആഫ്രിക്കയാണ് കാണിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ വലിയൊരു ഡയമണ്ട് മൈനിങ് ക്വാറി. ആ ക്വാറിയുടെ ഉടമസ്ഥ വാൻഡൻബർഗ് എന്ന കമ്പനിയുടെ MD ആണ്. ഒരു ലേഡി, വെറും ലേഡിയല്ല, വില്ലി ലേഡി. അവരവിടുത്തെ ജോലിക്കാർക്കൊക്കെ സ്പീച്ച് കൊടുത്ത് ഉത്തേജനം പകരുക, നന്നായി പണിയെടുത്ത് കൂടുതൽ ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കഴിയുമ്പോൾ ഒരു ബോർഡ് മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ ഈ ചേച്ചി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരുടെ മൈനിങ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിലൊരു വയസ്സായ ചേട്ടൻ പറയും, ഇവിടുത്തെ ഗവൺമെന്റ് അതിന് സമ്മതിക്കില്ല, മാത്രമല്ല നമുക്ക് ലീഗലായി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനോ അത് സെയിൽ ചെയ്യാനോ പറ്റില്ല, അതുകൊണ്ട് എനിക്കതിന് വിസമ്മതിപ്പാണെന്ന് അയാൾ പറയുന്നു. ഉടനെ ഈ വില്ലത്തി പെണ്ണ് വെറോണിക്ക, നമ്മളിതൊന്നും ലീഗലായിട്ടല്ല ചെയ്യാൻ പോകുന്നു, അവിടുത്തെ ഗവൺമെന്റിന് ചില്ലിക്കാശൊക്കെ കൊടുത്ത് പറ്റിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി അത് ലോകത്തെ അദൃശ്യ കമ്പനികൾക്ക് വിൽക്കാനാണ് വെറോണിക്ക പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് എതിർ അഭിപ്രായമുള്ളവർക്ക് ഇതായിരിക്കും വിധിയെന്നും പറഞ്ഞ് ഇവളൊരു ഡയമണ്ട് എടുത്ത് ആ അപ്പൂപ്പന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. എതിർപ്പാണെങ്കിൽ അത് മിഴുങ്ങിക്കോണം, കമ്പനിക്ക് ഒരു ഡയമണ്ടേ നഷ്ടപ്പെടുള്ളൂ, എന്നാൽ വിഴുങ്ങുന്ന ആളുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്, അത് ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് പറയും. ഉടനെ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഈ തീരുമാനത്തിന് സമ്മതം മൂളുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഡാനിയൽ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് ബെൽജിയമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്നാണ് അവൻ ഇവർ ചെയ്യാൻ പോകുന്ന മിഷനെപ്പറ്റി പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്ത് തന്നെ ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഡയമണ്ട്, അതിനെ ഹാർഡ് ഡയമണ്ട് എന്നാണ് പറയുക. വാൻഡൻബർഗ് കമ്പനിയാണ് ആ ഡയമണ്ടിന്റെ സ്വന്തക്കാരൻ. ഈ ഡയമണ്ട് എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയാത്ത അറേബ്യൻ മരുഭൂമിയിൽ ഒരു സീക്രട്ട് വോൾട്ട് ഉണ്ട്. ആർക്കും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടുന്ന് ആ ഡയമണ്ട് കൊള്ളയടിക്കാനും പറ്റില്ല. അത്രയ്ക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അവിടെ. എന്നാൽ ഇപ്രാവശ്യം ഈ ഡയമണ്ട് അവർ ബെൽജിയമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു 3 സെക്യൂരിറ്റികൾ അറേബ്യയിൽ ചെന്ന് ഈ ഡയമണ്ട് ബെൽജിയത്തിലേക്ക് കൊണ്ടുവരികയാണ്. സംഭവം, ഈ വെറോണിക്ക ഈ ഡയമണ്ട് കാണിച്ചൊരു പ്രൈവറ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, പുതിയ ഇൻവെസ്റ്റേഴ്സിനെയും ബയ്യേഴ്സിനെയും ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡയമണ്ട് കാണിച്ച് ഇവരുടെ കയ്യിൽ പ്രത്യേകതരം ഡയമണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോകത്തെ വലിയ വലിയ മാഫിയ കമ്പനികളുമായിട്ട് ഡീൽ ഉറപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഓപ്ഷനിൽ നിന്നാണ് ഈ ഡയമണ്ട് അടിച്ചു മാറ്റേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണമെന്ന് പിള്ളേര് ഡാനിയലോട് ചോദിക്കും. അപ്പൊ ഡാനിയൽ പറയാണ്, വെറോണിക്ക ഡയമണ്ട് കച്ചവടം നടത്തുന്നത് ലോകത്തുള്ള വലിയ ആം ഡീലേഴ്സിനും ഡ്രഗ് ലോഡ്സിനും ടെററിസം ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കമ്പനിക്ക് വരുന്ന പണമെല്ലാം ഡേർട്ടി മണിയാണ്. ഒരു മോശപ്പെട്ട കമ്പനിയാണ് അവളുടേത്. ആ കമ്പനി ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആ ഡയമണ്ട് അടിച്ചു മാറ്റണം, പിന്നെ അവൾക്ക് ബിസിനസ് ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് ഡാനിയൽ പറയും. അതോടെ പിള്ളേർക്ക് ഉഷാറായി അവർ ഈ മാജിക് ട്രിക്കിന് സമ്മതിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഓപ്ഷൻ നടക്കുന്നത് വലിയൊരു ഹോട്ടലിലാണ്. നമ്മുടെ വെറോണിക്ക അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാവും. ഈ പരിപാടി ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറെ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതാണ്. ഹലോ നാടകം എത്രയും പെട്ടെന്ന് ആരംഭിക്കും, കാണികൾ ശാന്തരാകും. ആ സമയത്തായിരിക്കും വെറോണിക്കയ്ക്ക് ഒരു കോള് വരുന്നത്. അവളുടെ അച്ഛൻ പാടുന്ന പാട്ട് ആരോ ഒരാൾ മൊബൈലിലൂടെ വെറോണിക്കയെ പാടി കേൾപ്പിക്കുന്നു. ഉടനെ ഇവളെ പേടിച്ച് ചുറ്റുമുള്ള എല്ലാവരെയും പുറത്തു പോകാൻ പറയും. അപ്പൊ ആ വിളിച്ച ആള്, നിന്റെ മുറിയിലെ സ്റ്റോറേജ് യൂണിറ്റ് ഒന്ന് നോക്കൂ. അപ്പൊ ഞാൻ എന്തിനാണ് വിളിച്ചത് എന്ന് മനസ്സിലാകുമെന്ന് പറയും. ഇവൾ ആ സ്റ്റോറേജ് യൂണിറ്റിൽ നോക്കുമ്പോൾ ഒരു പാവ കിടപ്പുണ്ട്. അത് 15 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഒരു പയ്യന്റെ പാവയാണ്. ഇവള് ചോദിക്കുകയാണ് താൻ ആരാണെന്ന്. അപ്പൊ അയാള് പറയും, നിനക്കും എനിക്കും അറിയാം 15 വർഷങ്ങൾക്ക് മുന്നേ നീ എന്താണ് ചെയ്തതെന്ന്. ആ മരിച്ചുപോയ പയ്യന്റെ പാവയാണത്. ഇത് കേൾക്കുമ്പോൾ വെറോണിക്ക, നീ ആളെ പേടിപ്പിക്കുകയാണോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ കയ്യിൽ യഥാർത്ഥ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്തോണ്ട് പോയോ, എന്നിട്ട് നമ്മൾ സംസാരിക്കാന്ന് പറയും. അപ്പൊ ആ വിളിച്ച ആള് ചിരിച്ചിട്ട്, എവിഡൻസുമായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, എന്നാൽ നിനക്ക് ആ എവിഡൻസ് വേണമെങ്കിൽ എനിക്ക് നിന്റെ ഹാർഡ് ഡയമണ്ട് വേണം. നീ അതെനിക്ക് തന്നേ തീരുള്ളൂ. അതല്ലെങ്കിൽ ഈ ലോകം നീ ചെയ്ത കൊലക്കുറ്റം തിരിച്ചറിയും, നിന്നെ അവർ തിരിച്ചറിയും. അത് കേൾക്കുമ്പോൾ വെറോണിക്ക ചിരിച്ചിട്ട്, നീ ആളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തോളൂ, എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ അവൾ പേടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വെറോണിക്ക ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അയാളെ വിളിക്കാൻ വേണ്ടി ഒരു തൊപ്പി വെച്ച മനുഷ്യനും ഫയല് പിടിച്ച പെണ്ണും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇത്തിരി പെണ്ണ് വഴി അറിയാത്ത പോലെ അവരെ ചെന്ന് ഇടിച്ചിട്ട് ഇവര് കയ്യെ വെച്ചിരിക്കുന്ന പേരടിച്ചു മാറ്റും. എന്നിട്ട് ഫ്രീ ആയി കെട്ടിപ്പിടിക്കാന്നുള്ള ബോർഡ് അവരെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഫോട്ടോഗ്രാഫറെ പേര് കൊണ്ടുവന്ന് നമ്മുടെ മാജിക് പയ്യന്മാരെ കയ്യിൽ കൊടുക്കും.
അവരതും പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. MGRന്റെ വേഷം ധരിച്ചൊരു സായിപ്പ് അങ്ങോട്ട് വരും. പുള്ളിയാണ് ഫോട്ടോഗ്രാഫർ. ഇവർ പുള്ളിക്കാരനെ സ്വീകരിച്ച് നിങ്ങൾക്ക് അടിപൊളി ഒരു ഹോട്ടൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അവിടെ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോഗ്രാമിന് പോയാൽ മതി, വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ തരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ അന്ന് വൈകിട്ടാണ് കാണിക്കുന്നത്. വൈകിട്ട് ഓപ്ഷന്റെ പരിപാടി വലിയൊരു ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള വലിയ വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയ തലവന്മാരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ വെറോണിക്ക തന്റെ കൂട്ടുകാരികളോട് ഡയമണ്ട്സിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും. ഡയമണ്ട്സ് കയ്യിലുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെന്ന് അവളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് വരികയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഡാനിയലിന്റെ എൻട്രി. അവൻ പറയും, അതേ ഡയമണ്ടാണ് ഫ്രാൻസിലെ രാജകുമാരി മരിക്കാനും കാരണമായത്, അതുകൊണ്ട് ഡയമണ്ട്സിന് അത്രയും പ്രാധാന്യം നൽകണമോ എന്നവൻ ചോദിക്കും. അപ്പൊ വെറോണിക്ക ചിരിച്ചുകൊണ്ട്, ഡയമണ്ട് അല്ല രാജകുമാരി മരിക്കാൻ കാരണമായത്, മനുഷ്യരുടെ ക്രൂരതയാണെന്ന് പറയും. അപ്പൊ ഡാനിയൽ, ആ ഡയമണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് രാജകുമാരിയെ കൊന്നത്, അപ്പൊ ഡയമണ്ട് അല്ലേ യഥാർത്ഥ കൊലയാളി? അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളും യുദ്ധങ്ങളും ഡയമണ്ട്സിന് വേണ്ടി നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഡയമണ്ട് അത്ര പ്രീഷ്യസ് ആണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇത് കേൾക്കുമ്പോൾ വെറോണിക്കയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവൾ ഡാനിയലോട് ചോദിക്കും, നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല, ഞങ്ങൾ ക്ഷണിച്ച ആൾക്കാരിൽ നിങ്ങളുടെ പേരുണ്ടാവാൻ വഴിയില്ലല്ലോ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? പത്രക്കാരനാണോ? അത് കേൾക്കുമ്പോൾ ഡാനിയൽ പറയും, കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഞാൻ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനൊരു മജീഷ്യനാണ്. അപ്പൊ വെറോണിക്കയ്ക്ക് സംശയമാവും, ഒരുപക്ഷെ ഡാനിയലാണോ അവളെ വിളിച്ചതെന്ന്. അവൾ ചോദിക്കുകയാണ്, താനാണോ എന്നെ വിളിച്ചതെന്ന്. എന്നാൽ ഡാനിയൽക്ക് അത് മനസ്സിലാവില്ല, കാരണം അവനല്ല വിളിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? വെറോണിക്ക പറയും, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പൊക്കോട്ടെ, നിങ്ങൾ ചെന്ന് പാർട്ടിയിൽ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവളുടെ സെക്യൂരിറ്റികളോട് അവനെ ഒന്ന് വാച്ച് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് ഈ ഡയമണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ലാബിലേക്ക് പോവാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫറായിട്ട് വന്നിരിക്കുന്ന ആവട്ടെ നമ്മുടെ തോട്ടിച്ചെറുക്കനാണ്. ആ ശരിക്കുള്ള ഫോട്ടോഗ്രാഫർ ഇവർ തോട്ടി മുക്കി കൊന്നും തോന്നുന്നു. ഇപ്പൊ ഇവനാണ് അയാളുടെ വേഷമിട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥ ഫോട്ടോഗ്രാഫറെ പോലെ ഇവൻ ഇത്തിരി ഗൗരവത്തോടെയാണ് സംസാരിക്കുക, കുറച്ച് ഫ്ലേർട്ടും ചെയ്യുന്നുണ്ട്. എന്തായാലും ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചു. തൊട്ടടുത്ത് ഡയമണ്ട് വെച്ചിട്ടാണ് വെറോണിക്ക ഫോട്ടോ എടുക്കുന്നത്. ഈ ഡയമണ്ട് വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സേഫിനകത്താണ്, ആർക്കും അത് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ പറയും, ഗ്ലാസിനകത്ത് ആ ഡയമണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്, ഡയമണ്ടിന്റെ ഭംഗി വൃത്തിയായി ക്യാമറയിൽ കിട്ടുന്നില്ല. ആ ഡയമണ്ട് പുറത്തെടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ വൃത്തിയുള്ള ഫോട്ടോസ് എടുത്തുതരാം. ഇത് കേൾക്കുമ്പോൾ സെക്യൂരിറ്റി പറയും, ഡയമണ്ട് പുറത്തെടുക്കുന്ന പ്രശ്നമില്ല, ഇപ്പം എങ്ങനെ കിട്ടുന്നോ ഫോട്ടോസ് അതുപോലെ എടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന്. അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ സെക്യൂരിറ്റിയോട് ചൂടാകും, ഞാൻ പറയുന്നത് പോലെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറെ വിളിച്ചോ, ഞാൻ നിങ്ങളുടെ പണം കണ്ടിട്ടല്ല ഇങ്ങോട്ട് വന്ന്, എൻ്റെ ക്യാമറയിൽ വൃത്തിയുള്ള ഫോട്ടോസ് തന്നെ പതിയണം, അതെനിക്ക് നിർബന്ധമാണ്, നല്ല ഫോട്ടോസ് വേണമെങ്കിൽ മാത്രം പുറത്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് ഫോട്ടോഗ്രാഫർ പറയും. അയാളുടെ ആവശ്യം ശരിയാണെന്ന് വെറോണിക്കയ്ക്ക് തോന്നുകയാണ്. അവളത് പുറത്തെടുത്തോളാൻ പറഞ്ഞ് സമ്മതം മോളും. സോ സെക്യൂരിറ്റി ലോക്കർ തുറന്ന് ഈ ഡയമണ്ട് പുറത്തെടുത്ത് നമ്മുടെ സുന്ദരിയുടെ കൈയിൽ കൊടുക്കുകയാണ്. അവളത് കയ്യിൽ വെച്ച് പല ആംഗിളിൽ പിടിച്ച് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നു. ഈ ഗ്യാപ്പിന് ടച്ചപ്പിനെ പോലെ നമ്മുടെ ഇത്തിരി പെണ്ണ് വന്ന് ആ ഡയമണ്ടിനെ സ്പർശിക്കാൻ നോക്കുന്നുണ്ട്. അപ്പത്തേക്കും സെക്യൂരിറ്റി വന്ന് അവളെ ഓടിച്ചുവിടും. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ആവശ്യമില്ല, നമുക്കിനി ഫോട്ടോഗ്രാഫി നിർത്താം, ഉള്ളിൽ പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് ഇവർ ആ ഡയമണ്ട് എടുത്ത് തിരിച്ചു വെച്ചിട്ട് വെറോണിക്ക ഫോട്ടോഗ്രാഫർക്ക് ഒരു ഭയം പറഞ്ഞ് ആ ഓപ്ഷന് വേണ്ടി പോവാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ പരസ്പരം എന്തു പറ്റി, എവിടെയാണ് മിസ്സായത്, എന്താ കുഴപ്പമുണ്ടായെന്ന് ചോദിക്കുക. ഇവരെ പ്ലാൻ എന്തായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും അവൾ അടുത്തു പോയപ്പോൾ കാര്യം നടന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വേഷം മാറി ഈ പരിപാടിക്ക് വന്നിരിക്കുന്നവരെ പോലെ ഓപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോവാണ്. വെറോണിക്ക നടുവിൽ നിന്നുകൊണ്ട് പ്രസംഗമൊക്കെ നടത്തി ഈ വലിയ ഡയമണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ തോട്ടി പയ്യൻ വന്ന് പരിസ്ഥിതി സ്നേഹികളെ പോലെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഇവർ ഡയമണ്ട്സിന് വേണ്ടി ഈ നാട് നശിപ്പിക്കുകയാണ്, പരിസ്ഥിതി ഇല്ലാതാക്കാണ്, അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നും പറഞ്ഞ് ഇവൻ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. വെറോണിക്ക അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവളെ കമ്പനിക്ക് ദോഷപ്പേര് വരാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഈ ചെറുക്കൻ അവിടെയുള്ള ഒരു ഗ്ലാസ് ക്യൂബൊക്കെ പൊട്ടിച്ചളയും. ഉടനെ സെക്യൂരിറ്റികൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ഡാനിയൽ എഴുന്നേറ്റ് വരുന്നത്. അവൻ എല്ലാവരെയും കൈയടിച്ച് വിളിച്ചിട്ട്, ഞാനൊരു മാജിക്കാരനാണ്, കുറെ നാളായി ഞങ്ങളൊരു പ്രോഗ്രാം കാണിച്ചിട്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പോകുന്നു. വെറോണിക്കയുടെ സേഫിനകത്തുള്ള ഡയമണ്ട് നിമിഷങ്ങൾക്കകം എന്റെ കൈകളിലേക്ക് വന്നെത്തും. ആ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ വെറോണിക്ക പറയും, ആ മനുഷ്യന് പ്രാന്താണ്, അയാൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി എന്തൊക്കെയോ തോന്നിയാസങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ ഡയമണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണുള്ളത്, അതൊരു മാജിക്കുകാരന് എടുത്തു മാറ്റാൻ കഴിയില്ല, അയാളൊരു വിഡ്ഢിയാണെന്നും പറഞ്ഞ് വിളിച്ചിരിക്കും. ഉടനെ ഡാനിയൽ, എന്നെ നിങ്ങൾ പരീക്ഷിക്കുകയാണോ? എന്നാൽ എന്റെ കഴിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് 2 തവണ അബ്രാക്കാഡബ്ര എന്നും പറഞ്ഞ് ഈ ഡോറ് തുറക്കാൻ നോക്കും, സേഫിന്റെ ഡോർ. അത് തുറക്കുന്നില്ല. അവസാനം സെസമി എന്ന് പറയുമ്പോൾ ഈ ഡോറ് തനിയെ തുറന്നു. വെറോണിക്ക ഞെട്ടിപ്പോകുന്നു.
ഉടനെ അവൾ ആ ഡയമണ്ട് കയ്യിലെടുത്തിട്ട് ഇപ്പൊ ഈ ഡയമണ്ട് എന്റെ കയ്യിലാണല്ലോ ഉള്ളത്, എന്റെ കയ്യിൽ അത് സേഫാണ്, മറ്റാർക്കും കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പം അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ കൈ ഒന്ന് ഞൊടിക്കുക. അടുത്ത സെക്കൻഡ് വെറോണിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട് പൊട്ടി നുറുക്കായിട്ട് ചെതറിത്തെറിക്കും. അതേസമയം ഡാനിയൽ തന്റെ കയ്യിൽ നിന്നും ആ യഥാർത്ഥ ഡയമണ്ട് പുറത്തേക്കെടുത്ത് കാണിക്കുന്നു. ഉടനെ സെക്യൂരിറ്റികൾ സീൻ വഷളാവൂന്ന് മനസ്സിലാക്കിയിട്ട് വെറോണിക്കയെ അവിടുന്ന് സ്ഥലം മാറ്റാൻ ശ്രമിക്കും. അപ്പൊ വെറോണിക്കയാണെങ്കിൽ ഒരു കാരണവശാലും ഡയമണ്ട് ഈ ബിൽഡിംഗ് വിട്ട് പോകാൻ പാടില്ല, അവരെല്ലാം പിടിച്ച് ആ ഡയമണ്ട് കരസ്ഥമാക്കൂ എന്ന് പറയാണ്. അത് കേട്ടുടനെ സെക്യൂരിറ്റിയിലെ തലവൻ ഈ ഡാനിയലെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും ജാക്ക് എന്ന് പറയുന്ന അടുത്തൊരു ഹോഴ്സ്മാൻ വരുന്നത്. അയാൾ ഈ സെക്യൂരിറ്റി അടിച്ച് ഡാനിയലെ രക്ഷപ്പെടുത്തുന്നു. പിന്നെ ബാക്കിയുള്ള 3 പിള്ളേരും ഇവരെല്ലാം കൂടെ ഒന്നുകൂടി ഈ സെക്യൂരിറ്റികളെല്ലാം പറ്റിച്ച് മാജിക്കും കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ആ ഡയമണ്ടുമായി. അവർ പരസ്പരം ഈ ഡയമണ്ട് കൈമാറി ഇപ്പൊ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് എത്തി. അപ്പോഴായിരിക്കും നമ്മുടെ അടുത്ത ലേഡി ഹോഴ്സ്മാൻ വരുന്ന ഹെൻലി റിവീസ്. നീ എങ്ങനെയാ പെണ്ണെ ഇവിടെ എത്തിയെന്ന് അവർ ചോദിക്കുമ്പം ഈ ഹെൻലി റിവീസ് ഇവർക്ക് കിട്ടിയ അതേ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് അവളെയും ദ ഐ ഈ കൊള്ളയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഹെൻലി മാത്രമല്ല നമ്മുടെ മൊട്ട ഹോഴ്സ്മാനും ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ സമയമില്ല, നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പറയാമെന്നും പറഞ്ഞ് മൊട്ടച്ചേട്ടൻ ബാക്കിയുള്ള ഹോഴ്സ്മാൻമാരെയും വിളിച്ചിട്ട് നേരെ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു ഹെലികോപ്റ്റർ ഇവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. ഇവരെല്ലാം കൂടെ ആ ഹെലികോപ്റ്ററിനകത്തേക്ക് കയറുകയാണ്. ഉടനെ ഒരു പുകമയം. സെക്യൂരിറ്റികൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഹെലികോപ്റ്റർ ഉണ്ടാവില്ല, അതിന്റെ ഒരു പടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ സെക്യൂരിറ്റികളെയും പറ്റിച്ച് നമ്മുടെ പിള്ളേർ കയറി തൂങ്ങി ഒരു ബോട്ടിനകത്ത് കയറിയാണ് രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിപ്പോൾ വെറോണിക്കയുടെ അടുത്തേക്ക് വന്നാൽ ആ ഡയമണ്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് നോക്കുമ്പോൾ അവർ സ്വാപ്പ് ചെയ്ത് ഡയമണ്ട് അല്ല, ഡയമണ്ട് വെച്ചിരുന്ന പെട്ടിയാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൈന പെട്ടി അവരിവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്ന ഗ്യാപ്പിലാണ് ഇവർ ആ പെട്ടി മാറ്റിയത്. സോ ഇവര് വെച്ച പെട്ടിയിൽ സെക്യൂരിറ്റി ആ ഡയമണ്ട് കയറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞ് തോട്ടിക്കാരൻ അസംബ്ലിയിൽ കച്ചറുണ്ടാക്കുന്ന സമയത്ത് ഇവർ ആ യഥാർത്ഥ ഡയമണ്ട് പുറത്തേക്കെടുത്ത് ഡാനിയലിന് കൈമാറി. എന്നിട്ടൊരു ചില്ല് ഡയമണ്ട് അതിനകത്ത് സെറ്റ് ചെയ്തിരുന്നു. അതാണ് പൊട്ടിത്തെറിച്ച്. ഇവര് വെച്ച പെട്ടി ആയതുകൊണ്ടാണ് സെസമ്മ എന്ന് പറഞ്ഞപ്പം ആ പെട്ടി തുറന്നത്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വരുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഭാഗ്യത്തിന് അയാൾ മരിച്ചിട്ടില്ല. ഈ നേരം നമ്മുടെ പിള്ളേര് സേഫായി ഒരു ബോട്ടിനകത്തുണ്ട്. അവരുടെ കയ്യിൽ ആ ഡയമണ്ടും ഉണ്ടാവും. അപ്പോഴായിരിക്കും മൊട്ട ഹോഴ്സ്മാൻ ചോദിക്കുന്ന ഈ 3 പുതിയ പിള്ളേർ ആരാണെന്ന്. ഡാനിയൽ പറയും ഡാനിയൽക്ക് കിട്ടിയ കത്തിൽ ഈ പിള്ളേരെയും പരാമർശിച്ചിരുന്നു, അതുകൊണ്ടാണ് അവരെ കൂട്ടിയത്. ഈ പിള്ളേരാണ് നമ്മുടെ കള്ളപ്പേരിൽ കുറേയധികം ട്രിക്കുകൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതെന്നും ഡാനിയൽ ഹോഴ്സ്മാനോട് പറയും. കുറെ നാൾ കഴിഞ്ഞ് കണ്ടുമുട്ടിയ ഹോഴ്സ്മാൻമാരെല്ലാം പരസ്പരം അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അതിൽ ഈ ജാക്കിനൊരു കാമുകി ഉണ്ടായിരുന്നു, എന്നാൽ അവള് മാത്രം വന്നിട്ടില്ല. ഇവര് രണ്ടുപേരും വേർപിരിഞ്ഞ് കാമുകി പാരീസിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവളെ കാണാൻ പറ്റിയിട്ടില്ല എന്ന വിഷമം പറയും. എന്തായാലും വന്ന ജോലി കഴിഞ്ഞല്ലോ, ഇനി ഞാൻ ചെന്നെന്റെ പഴയ കാര്യങ്ങൾ ചെയ്തോട്ടെ, ഇനി കൊള്ള പരിപാടിക്കൊന്നും ഞാനില്ലാന്നും പറഞ്ഞ് മൊട്ടച്ചേട്ടൻ അവിടുന്ന് പുറപ്പെട്ട് പോകാൻ നിൽക്കുക. അതേപോലെ ജാക്കും ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കായിരിക്കും. അപ്പൊ നമ്മുടെ പുതിയ പിള്ളേർ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പഴയതുപോലെ കൂട്ടുകൂടാത്തത്, നിങ്ങളെ ടീം പിരിയാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ദ ഐ തന്നെ ഇവരെ ടീമെല്ലാം പിരിച്ചുവിട്ടതായിരുന്നു. കാരണം ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഡിലൻ എന്ന് പറയുന്ന ഹോഴ്സ്മാൻ, പുള്ളിക്കാരനിപ്പോ റഷ്യൻ ജയിലിലാണ്. ഇവർ ചെയ്ത മിസ്റ്റേക്ക് കാരണം ഒരു ഹോഴ്സ്മാൻ അറസ്റ്റിലാക്കപ്പെട്ടു. ഹോഴ്സ്മെൻ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇവരെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ടീം കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ദ ഐ ഇവരെ പിരിച്ചുവിട്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും വിളിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഐയുടെ ആവശ്യം ശരിക്കും എന്തായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അത് ആ ഡയമണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ നൂഡിൽ തലേനില്ലേ, അവൻ നിങ്ങളെല്ലാവർക്കും കിട്ടിയ കാർഡ് തരൂ, അതിലെന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആ പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് തിരിച്ചു വെച്ച് നോക്കും. 4 പേരുടെയും കാർഡുകൾ ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു പടം കാണാം. പഴയൊരു കെട്ടിടത്തിന്റെ പടമാണത്. ഫ്രാൻസിലുള്ളൊരു കൊട്ടാരം. അവിടെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഫ്രാൻസിലെ ആ കൊട്ടാരത്തിലേക്ക് പോവാണ്. അതൊരു മാജിക് കൊട്ടാരമാണ്. ആർക്കും എളുപ്പത്തിൽ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഒരു പസിൽ സോൾവ് ചെയ്താൽ മാത്രമേ അവിടുത്തെ ഡോർ തുറക്കുള്ളൂ. നേരത്തെ പസിലൊക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ജാക്കിനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ജാക്ക് തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഇത്തിരി പെണ്ണില്ലേ, അവളായിരിക്കും മുന്നോട്ട് വന്ന് ആ ഡോറിലെ പസിൽ സോൾവ് ചെയ്ത് ആ ഡോർ തുറക്കുക. എന്നാൽ ശരിക്കും ആ കൊച്ചു പെണ്ണിന് കഴിവുണ്ടോന്നറിയാൻ വേണ്ടി ജാക്ക് പസിൽ അറിയാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പൊ ഡോറ് തുറന്നിട്ടുണ്ട്. ഇവർ ആ വീടിനകത്തേക്ക് കയറും. വലിയൊരു വീട്, ഒരുപാട് മാജിക് സാമഗ്രികൾ ആ വീടിനകത്തുണ്ട്. എന്നാൽ ഹാൾ കഴിഞ്ഞ ഉടനെ ആ വീട്ടിലെ മുറിയെല്ലാം തീർന്നു. ഇനി അകത്തേക്ക് പോകാൻ സ്ഥലമില്ല, ഡെഡ് എൻഡാണ്. അങ്ങനെ വരാൻ വഴിയില്ല. മറ്റെന്തെങ്കിലും ട്രിക്ക് ഉണ്ടാകും അകത്തേക്ക് കയറിപ്പോകാൻ. അതെന്താണെന്ന് പറഞ്ഞ് ഇവർ ചുറ്റും പരിശോധിക്കുക. അപ്പം നമ്മുടെ നൂഡിൽ തലേന് ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഒരു അപാകത കാണും.
ചതുരവും വട്ടവും ഒക്കെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇവനത് യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്യും. ഉടനെ ഷെൽഫിലുണ്ടായിരുന്ന കുറേയധികം പുസ്തകങ്ങൾ നെടുക്കനുണ്ടായിരുന്നത് മടുക്കനെ വീഴും. എന്ന് വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ പറയാം. എന്തായാലും കുറച്ച് പുസ്തകങ്ങൾ വീണിട്ടുണ്ട്. അതിലെ ഓരോ നിരയിലെ അക്കങ്ങൾ നോക്കുമ്പോഴും 1584 എന്ന നമ്പറിനെയാണ് കുറിക്കുന്നത്. അതിനർത്ഥം ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ നൂഡിൽ തലേന് അർത്ഥം പിടികിട്ടി. ദ ഡിസ്കവറി ഓഫ് വിച്ച് ക്രാഫ്റ്റ് എന്ന മാജിക് പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷമാണത്. സോ ഇവൻ ആ ഷെൽഫിൽ നിന്ന് ആ പറഞ്ഞ പുസ്തകം പുറത്തേക്ക് വലിക്കുന്നു. ഉടനെ ആ ഷെൽഫ് തന്നെ അവിടെ നിന്ന് മാറി അകത്തേക്കുള്ള വഴി തുറക്കും. അപ്പോഴായിരിക്കും അകത്തുള്ള കണ്ണാടിയുടെ പിറകിൽ നിന്നും മോർഗൻ പുറത്തേക്ക് വരുന്നത്. അങ്ങേരും ഒരു ഹോഴ്സ്മാൻ ആണ്, പഴയൊരു ഹോഴ്സ്മാൻ. പുള്ളിക്കാരനെ കണ്ട സന്തോഷത്തിൽ നമ്മുടെ ഹോഴ്സ്മാൻമാരെല്ലാം ചെന്ന് അഭിസംബോധന ചെയ്യുന്നു, സ്നേഹം പങ്കുവെക്കുന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം പുള്ളിയും പറയും പുള്ളിക്കും ഒരു കാർഡ് ലഭിച്ചിരുന്നു. അതാണ് അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. എന്തുകൊണ്ടായിരിക്കും ദ ഐ എല്ലാവരെയും ഈ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്? അതിവര് മോർഗനോട് ചോദിക്കുമ്പം മോർഗൻ പറയും അതിനുള്ള ഉത്തരം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. കാരണം ഇതൊരു പഴയ മാജിക് ഹൗസാണ്. 1943 വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് പട്ടാളക്കാരെ പറ്റിക്കാൻ വേണ്ടി ഗവൺമെന്റ് കുറെ മജീഷ്യന്മാരെ കൂടിച്ചേർത്ത് ഫേക്ക് സിറ്റികളും ഫേക്ക് വീടുകളും ഫേക്ക് ആയിട്ടുള്ള ആയുധങ്ങളും നിർമ്മിച്ചു. എന്നിട്ട് ജർമ്മൻ പട്ടാളക്കാരെ പറ്റിച്ചു. അന്നുണ്ടാക്കിയ വീടുകളിൽ ഒന്നാണ് ഈ വീട്. അപ്പൊ ഇത്തിരി പെണ്ണ് ചോദിക്കും നാസികൾക്കും ഡയമണ്ട്സിനും എന്താണ് ബന്ധം? അന്നത്തെ യുദ്ധവും ഇന്നത്തെ മോഷണവും തമ്മിലുള്ള ബന്ധമെന്ത്? അതിന് മോർഗൻ പറയും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ഈ വീട്ടിൽ മറഞ്ഞു കിടപ്പുണ്ട്.